പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കൺമണിയെ പെണ്ണു കാണുന്നതിനായി വന്ന ചെക്കൻ താൻ അമ്പലത്തിൽ വെച്ച് കാണാറുള്ള ആളാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൺമണി. ഇതേ തുടർന്ന് അയാളോട് സംസാരിക്കുന്നതിനായി കൺമണി തയ്യാറാകുന്നു. അപ്പോൾ എല്ലാം അറിഞ്ഞിട്ടായിരുന്നു അല്ലേ അമ്പലത്തിലേക്ക് വരാറുള്ളത് എന്ന് ചോദിക്കുകയാണ് കൺമണി. ഇത് കേൾക്കുന്ന അയാൾ കൺമണിയെ അമ്പലത്തിൽ വന്നപ്പോഴാണ് താൻ കണ്ടു തുടങ്ങിയത് എന്നും കണ്ടപ്പോൾ തന്നെ മനസ്സിൽ കയറിക്കൂടിയ രൂപമാണ് കൺമണിയുടേതെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഞാൻ ആദ്യം വിവാഹമൊന്നും വേണ്ട എന്ന് വിചാരിച്ച് നടന്ന ഒരാളായിരുന്നു. പക്ഷേ കൺമണിയെ കണ്ടതിന് ശേഷം വിവാഹം കഴിക്കണം എന്ന് തോന്നിപ്പോയി. കൺമണിയെ എനിക്ക് അത്രയധികം ഇഷ്ടമായിരിക്കുന്നു. അതുകൊണ്ടാണ് വീട്ടിൽ പോയി ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചത്. ഇതോടെ കൺമണിക്കും എന്നെ ഇഷ്ടമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൺമണിയുടെ ഡിസിഷൻ എന്താണ്, എന്നോട് അത് അറിയിക്കാൻ മറക്കണ്ട എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് തനിക്ക് ഈ വിവാഹത്തിന് എതിർപ്പൊന്നും ഇല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് കൺമണി അയാളോട്. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അയാൾക്കും വളരെയധികം സന്തോഷമാകുന്നു. ഇതോടെ ഇനി കാണാം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അയാൾ കൺമണിയുടെ ഫോൺ നമ്പർ വാങ്ങിക്കൊണ്ട് തിരികെ പോകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതോടെ കൺമണിയുടെ വിവാഹം ഏറെക്കുറെ ഉറപ്പിച്ച മട്ടിലാണ്. കാര്യങ്ങൾ അറിയുന്ന മനോജും വളരെയധികം സന്തോഷിക്കുന്നു. ചെക്കൻ വളരെ നല്ല പയ്യനാണ്. അവനെ കല്യാണം കഴിക്കുകയാണ് എങ്കിൽ കൺമണിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അമ്മായിമാർക്ക് കൂടുതൽ അസൂയ വന്നിരിക്കുകയാണ്. അങ്ങനെ അവൾ മാത്രം നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്ന് തീരുമാനിക്കുന്ന അമ്മായിമാർ എങ്ങനെയാണ് തിരിച്ചടി കൊടുക്കുക എന്ന് ആലോചിക്കുകയാണ്. ഇതേ തുടർന്ന് ധനലക്ഷ്മിയെ കാണാനിടയാവുകയും ചെയ്യുന്നു. ഇതോടെ ധനലക്ഷ്മി എങ്ങനെയാണ് ഈ വിവാഹം മുടക്കേണ്ടത് എന്നുള്ള കാര്യം അവരോട് ചോദിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കും ഈ വിവാഹം മുടങ്ങണം എന്ന് തന്നെയാണ് ആഗ്രഹമെന്ന് വ്യക്തമാക്കുന്ന അവർ, പക്ഷേ എങ്ങനെ മുടക്കും എന്നുള്ള കാര്യമാണ് അറിയാത്തത്. മനോജ് ഈ കാര്യം അറിയുകയാണ് എങ്കിൽ നമ്മളെ വെറുതെ വിടുകയുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ആലോചിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് പിറ്റേന്ന് മാനസ കാര്യങ്ങളെല്ലാം കൺമണിയോട് ചോദിക്കുന്നതിനായി എത്തുന്നത്. ഇതോടെ കൺമണി താൻ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്ന ആളാണ് തൻ്റെ പയ്യനെന്ന് വ്യക്തമാക്കുകയും തനിക്കയാളെ ഒരുപാട് ഇഷ്ടമായി എന്ന് പറയുകയും ചെയ്യുന്നു. അയാളെ കണ്ടതിൽ പിന്നെയാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിന് എനിക്ക് യാതൊരു എതിർപ്പുമില്ല എന്നുള്ള കാര്യം വീട്ടുകാരോട് ഞാൻ പറയുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ എൻഗേജ്മെൻറ്റും മറ്റു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് കരുതുന്നത്. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് മാനസ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. എന്തായാലും ഇവളെ കൊണ്ട് തന്നെ അടുത്ത ഡിസൈൻ ചെയ്യിപ്പിക്കണം എന്ന തീരുമാനം എടുത്തിരിക്കുകയാണ് മാനസ. ഇതേ സമയം കൺമണിയുടെ വിവാഹം നടക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം സാഗർ അറിഞ്ഞതിനെ തുടർന്ന് സാഗർ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ്. ഇതോടെ കൺമണിയെ ചെന്ന് കാണുന്ന സാഗർ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് വ്യക്തമാക്കുകയും നല്ലൊരു ജീവിതം തന്നെ നിനക്ക് ലഭിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു. ചെക്കനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതേ തുടർന്ന് സാഗർ ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന്
സുജിയെ നോക്കുന്ന സാഗർ വെറുതെ ഒരു തെറ്റിദ്ധാരണ മനസ്സിൽ വെച്ച് നടക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. നിന്റെ സംശയം തെറ്റാണ് എന്നുള്ള കാര്യം ഇപ്പോൾ തെളിഞ്ഞില്ലേ എന്ന് സാഗർ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സുജി എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിന്നു പോവുകയാണ്. ഇതേ സമയം കാര്യങ്ങൾ അറിയുന്ന കൃഷ് ആകട്ടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് പോവുകയും ചെയ്യുന്നു. ഉടൻ തന്നെ മഹിയെ ചെന്ന് കാണുന്ന കൃഷ് കൺമണി അങ്ങനെ കൈവിട്ട് പോവുകയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. കൺമണിയെ തിരികെ ലഭിക്കുമെന്ന യാതൊരു പ്രതീക്ഷയും വേണ്ട. അങ്ങനെ അവളുടെ ജാതകദോഷം നമുക്ക് ഫലപ്രദമാവും എന്നുള്ള ചിന്തയും കളഞ്ഞേക്ക് എന്ന് അറിയിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നു. ഇനി എങ്ങനെയാണ് തൻ്റെ തലയിൽപ്പെട്ട ആ മരണത്തെ താൻ ഒഴിവാക്കുക എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ആ മാനസ എന്ന പിശാചിനെ ഞാൻ തന്നെ കെട്ടേണ്ടി വരും. അതോടെ എൻ്റെ ജീവിതം കുതാഹവ. ഹോ, എന്തു തലവിധിയാണ് എൻ്റെ ദൈവമേ. ഇത് കേട്ടതിനെ തുടർന്ന് എങ്കിൽ നമുക്ക് കൺമണിയുടെ ആ വിവാഹോലോചന അങ്ങ് മുടക്കിയാലോ. ഈ കാര്യം മഹി പറഞ്ഞതിനെ തുടർന്ന് കൃഷ് നിന്റെ തലമണ്ടയ്ക്ക് ഒരു അടി തന്നാലുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്ത് നാട്ടുകാരറിയുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാകും. പിന്നെ തലപൊക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും എനിക്ക്. ഈ കാര്യം വീട്ടിലറിയാൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥയെ പറ്റിയൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയം ഇപ്പോൾ മനസ്സിൽ തോന്നിയിട്ടുമുണ്ട്. അത് എന്നോട് പയ്യെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എടുത്തു ചാടാൻ ഞാനില്ല. കാര്യങ്ങൾ വളരെയധികം ആലോചിച്ച് വേണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് കൺമണി വളരെയധികം ഇഷ്ടപ്പെട്ട ഈ വിവാഹം മുടങ്ങുന്നത്. ഇത് കൺമണിയെ ആകെ തകർത്തു കളയുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.